everyone, welcome back to Xylem. It's me, Vijaya. മക്കളെ നമ്മുടെ പരീക്ഷ അടുത്തു. നാളെയാണ് പരീക്ഷ. നല്ല അടിപൊളിയായിട്ട് എഴുതിയിട്ട് വരിക. നമ്മൾ അടിപൊളിയായിട്ട് ഒരുപാട് പേര് എനിക്ക് ഡൗട്ട് വയ്ക്കുന്നു. വീണ്ടും എന്താണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും സാറേ? ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ട്രിക്ക് ഉണ്ടോ നമുക്ക് വേഗം കിട്ടാൻ? നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും ഏതാണ് ക്വസ്റ്റ്യൻസ് എന്ന്. എളുപ്പമാണ്. മകളെ ക്ലാസ് മുഴുവൻ കാണുക. കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ കമന്റും ചെയ്യുക. കാരണം നിങ്ങളുടെ ഓരോ ഫീഡ്ബാക്കുകൾ കണ്ട് കേട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഓരോ ക്ലാസ്സുകൾ വീണ്ടും തരുന്നത്. അത്യാവശ്യം കമന്റ് ചെയ്യാം. ഓക്കെ, കമന്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തുടങ്ങാം, സമയം കളയണ്ട. ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് അറിയാം, ഇത് ലെറ്റർ സീരീസ് ആണ്. ലെറ്റർ സീരീസിന് എന്താ സംഭവം ചോദിച്ചാൽ, ജെ കഴിഞ്ഞ് എ കഴിഞ്ഞ് ജാസ്, പിന്നെ എന്താ സംഭവിച്ചാല് ഈ ജെ എന്ന് പറയുന്ന ഞാൻ സൂം തരാം. ജെ കഴിഞ്ഞ് ആദ്യത്തെ നമ്പർ എല്ലായി. ഒന്ന് ആലോചിച്ച് നോക്ക്. ജെ കഴിഞ്ഞ് കെ അവിടെ അല്ല, കെ ഇല്ലാണ്ട് എല്ലാ ഏതാ. അതുപോലെ എല്ല് കഴിഞ്ഞ് ഒന്ന് ആലോചിച്ച് നോക്ക്. ജെ എല് എൻ. അപ്പൊ ഞാനൊന്ന് വേണമെങ്കിൽ ഇവിടെ കാണിച്ചു തരാം. കണ്ടോ, ജെ കഴിഞ്ഞു, കെ ഒഴിവായിപ്പോയി, റിമൂവ് ചെയ്തു. എല്ല് കഴിഞ്ഞു, എം ഒഴിവായി, എൻ. അപ്പൊ ഓരോ നമ്പർ ഒഴിവായിട്ടാണ് ആദ്യത്തെ ലെറ്റർ വരുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, അടുത്ത ആദ്യത്തെ ലെറ്റർ ഏതായിരിക്കും? എൻ കഴിഞ്ഞ് ഒരു ലെറ്റർ ഒഴിവാകണം. ഇത് പോയി, അപ്പൊ പി ആകും. അപ്പൊ ആദ്യം നമുക്ക് കിട്ടുക പി ആണ്. പി ഓപ്ഷനിലുള്ള ആരൊക്കെയാണുള്ളത് നോക്ക്. പി യു ആർ ഉണ്ട്, പി എം ടി ഉണ്ട്. അപ്പൊ പി ഉള്ളത് മാത്രം സെലക്ട് ചെയ്താൽ മതി. ഇത് രണ്ടും പി അല്ല, ഒഴിവാക്കാം. സ്പോട്ടിൽ അല്ലാണ്ട് റിമൂവ് ചെയ്തോളാം. ഞാൻ അടുത്തും കൂടെ കണ്ടുപിടിച്ച് നമ്മളെ പരിപാടി എടുത്ത് കഴിയും. ഒന്നാലോചിച്ച് നോക്ക്. എ കഴിഞ്ഞ് ഞാൻ കാണിച്ചുതരാം. എ കഴിഞ്ഞ് ഇ ആണ്. എ കഴിഞ്ഞ് ഇ ആണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതി കാണിച്ചുതരാം. കാണിച്ചുതരാം. എ കഴിഞ്ഞ് ഏതൊക്കെ നമ്പറുകളാ ക്യാൻസലായി? ബി പോയി, സി പോയി, ഡി പോയി. 3 ലെറ്റർ ക്യാൻസലായി. റിമൂവ് ചെയ്തിട്ട് ഇ വന്നു. വീണ്ടും 3 ലെറ്റർ ക്യാൻസൽ ചെയ്യും. 1 2 3. ഏതാ വരാൻ നോക്കാം. ജെ ആണ് വരുന്നത് നോക്ക്. ജെ ആണ് വരുന്നത് നോക്ക്. ജെ അല്ല, 3 ലെറ്റർ ക്യാൻസൽ ചെയ്യണല്ലോ അല്ലെ. 3 ലെറ്റർ അല്ലേ? ഏതാ നോക്ക്, ഒന്ന് നോക്ക്. ഒന്നുകൂടെ നോക്ക്, ഞാൻ കാണിച്ചാ. എ കഴിഞ്ഞു ഇ ആയി. എവിടെ വരുന്നത് നോക്ക്. എ കഴിഞ്ഞു, 3 പോയി, ഇ ആയി. അടുത്ത് അതുപോലെ നോക്ക്. ഇ കഴിഞ്ഞു, അടുത്ത് ഐ ആണ് വരുന്നത്. അവിടെ ഐ ആണ് ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഐ ആണ് വരുന്നത്. നമുക്ക് ഐ നോക്കാം. 3 ലെറ്റർ അല്ലേ. അത് ഈ ലെറ്റർ ഞാൻ മായ്ക്കാൻ അല്ലെ, വിടാൻ മറന്നു. സോറി. ഏതാ? ഇ കഴിഞ്ഞു 1 2 3. 3 ലെറ്റർ കഴിഞ്ഞ് ഐ വന്നു. ഇതാണ് ലെറ്റർ. ഓക്കെ, ഇതാണ്. കണ്ടോ? അപ്പൊ 3 ലെറ്റർ റിമൂവ് ചെയ്തിട്ടാണ് രണ്ടാമത് വരുന്നത്. ഒന്നുമില്ലടാ, ആദ്യം ഒരു ലെറ്റർ റിമൂവ് ചെയ്തിട്ട് അടുത്ത ലെറ്റർ വരുന്നു. എ കഴിഞ്ഞ് 3 ലെറ്റർ ഇ ആയി. ഇ കഴിഞ്ഞ് 3 ലെറ്റർ ഐ ആയി. അങ്ങനെ 3 ലെറ്റർ ആണ്. അപ്പൊ ഐ കഴിഞ്ഞ് 3 ലെറ്ററും ഒഴിവാക്കും. ഐ കഴിഞ്ഞ് 3 ലെറ്റർ എങ്ങനെ ഒഴിവാക്കുന്നത് നോക്കണേ, ഞാൻ കാണിച്ചുതരാം. 1 ഇത് പോയി, 2 ഇത് പോയി, 3. അപ്പൊ മൂന്നാമത്തെ ലെറ്റർ ഏതാ വരിക? അത് എം ആയിരിക്കും വരുന്നത് അല്ലെ. അപ്പൊ ആ ലെറ്റർ അല്ലെ അടുത്ത് ഏതാ? പി എം എന്ന് പറയുന്നതായിരിക്കും. പി എം എന്ന് പറയുന്ന ഒരേ ഒരു ഓപ്ഷൻ ഉള്ളൂ, ടി. പി എം ടി മൂന്നാമത്തെ. അതാണ് സംഭവം. അപ്പൊ അങ്ങനെ നിങ്ങൾ അക്ഷരമാലകളിൽ എഴുതിയിട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ റെഡി ആയിട്ട് മനസ്സിലാവും. ഞാൻ കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ ആദ്യത്തെ അക്കം മാത്രം നോക്കുക. സെഡ് എക്സ് വി ടി. ഞാൻ എവിടെയൊക്കെ ഉള്ളത് നോക്കാം അല്ലെ. സെഡ് എവിടെയുള്ളത്? ഇവിടെ ഉണ്ട്. എക്സ് എവിടെയുള്ളത്? ഇവിടെ ഉണ്ട്. വി എവിടെയുള്ളത്? ഇവിടെ ഉണ്ട്. ടി ഇവിടെ ഉണ്ട്. ആദ്യത്തെ ലെറ്ററുകൾ എഴുതി. എന്താ ആദ്യത്തെ ലെറ്ററുകളുടെ പ്രത്യേകത? ബേക്കോട്ട് ഓരോ ലെറ്റർ ക്യാൻസൽ ആവാണ്. വൈ പോയി 1 വന്നു, എക്സ് വന്നു, ഡബ്ല്യു പോയി വി വന്നു, യു പോയി ടി വന്നു. അപ്പൊ എസ് പോകണം. ആരെ വരൂ? 6. ഫസ്റ്റ് ലെറ്റർ ഇവിടുന്ന് കിട്ടും. ആരാണ്? 6 വരുന്ന 3 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഫസ്റ്റ് എസ് ആണ്. ഓൻ അപ്പടി ക്യാൻസൽ ചെയ്തോളാം. ആദ്യം എസ് വരുന്നുണ്ട്, 6 വരണം. ആദ്യം സ്പോട്ടിൽ അങ്ങോട്ട് ക്യാൻസലിങ് നടത്തണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 6 വരുന്ന അടുത്ത മീൻസ് അടുത്ത ഏതാ നോക്കാം അല്ലെ. ഏതൊക്കെയാണ് അടുത്ത ലെറ്റേഴ്സ് നോക്കിക്കേ. വൈ എസ്. നമുക്കൊന്ന് വെറുതെ ഒന്ന് ചുമ്മാ തന്നെ എഴുതി വെക്കാം. വൈ എവിടെ ഉള്ളത് നോക്ക്. ഇതൊക്കെ ഒന്ന് വായിക്കുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് ആവശ്യമില്ല. വൈ കഴിഞ്ഞിട്ട് പിന്നെ ആരാ വരിക? എസ്. ബേക്കോട്ടാണ്. ഐഡിയ മനസ്സിലാക്കേ. ഇയാൾ പോയി, ഇയാൾ പോയി, ഇയാൾ പോയി, ഇയാൾ പോയി, ഇയാൾ പോയി. അപ്പൊ 5 ലെറ്റർ ക്യാൻസൽ ആയി പോയി. നോക്ക്. 1 2 3 4 5. എസ് കഴിഞ്ഞ പിന്നെ അടുത്താരാ? എം. എം എവിടെയുള്ള നോക്ക്. 1 2 3 4 5 ലെറ്റർ ക്യാൻസലായി എം. കണ്ട? അതുപോലെ തന്നെ പിന്നെ അടുത്ത ജി ആണ് വരുന്നത്. ജി എവിടെയുള്ള നോക്ക്. നമുക്ക് 5 ലെറ്റർ വന്നാലേ ഉണ്ടാവുള്ളൂ അല്ലെ. 1 2 3 4 5.
5 ലെറ്റർ ക്യാൻസൽ ചെയ്തിട്ട് ജി. അടുത്തത് അതേപോലെ 5 ലെറ്റർ ക്യാൻസൽ ചെയ്യടാ. ഇതാ കണ്ടോ, 1 ക്യാൻസൽ ചെയ്തു, 2 ക്യാൻസൽ ചെയ്തു, 3 ക്യാൻസൽ ചെയ്തു, 4 ക്യാൻസൽ ചെയ്തു, 5 ക്യാൻസൽ ചെയ്തു. 5 എണ്ണം ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ ആരാ വരുന്നത്? എ ആണ് വരുന്നത്. അപ്പൊ എ ആണ് രണ്ടാമത് വരേണ്ടത്. RA. നിങ്ങൾ പെട്ട്. ഇനി അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ ഒരു വഴിയുണ്ട്. ഇതൊക്കെ RA അല്ലടാ, അവസാനത്തെ നോക്കിയാൽ മതി. ശരിക്ക് രണ്ടാമത്തെ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ അവസാനത്തെ വേണമെങ്കിൽ നല്ല നോക്കണം. അവസാനത്തെ ഇവിടെ നോക്കിയാലേ കറക്റ്റ് കിട്ടുള്ളൂ. ആ ഓപ്ഷൻ നോക്കിയാൽ വേഗം കിട്ടും. അപ്പോൾ അവസാനത്തെ ഇവിടെ AC. സിമ്പിളാ. A കഴിഞ്ഞു, B പോയി, C ആയി. കണ്ടോ, C കഴിഞ്ഞു, E ആണ് വരുന്നത്, D പോയി, E ആയി. അപ്പൊ F പോയി, G ആയിരിക്കും. നോക്ക്, കണ്ടോ, G. അപ്പൊ ജിയില് അടുത്ത ലെറ്റർ പറ. G പോയി, അടുത്ത ലെറ്റർ H പോയി, I വരണം. ദേ നമുക്ക് കിട്ടും I ആണ് അടുത്ത്, അല്ല ലാസ്റ്റ് ലെറ്റർ. ശരിക്കും നിങ്ങൾ എന്റെ ഈ രണ്ടാമത്തെ A കാണേണ്ട ആവശ്യമില്ല. I ആണ് കണ്ടുപിടിച്ചായി അല്ലെ, മൂന്നാമത്തെ ലെറ്റർ. അപ്പൊ RAY, റായ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ആയിരിക്കും ആൻസർ. കത്തിയോടാ, കത്തിയോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനോടെ നമുക്ക് വേഗം ചെയ്യാം. റെഡിയാണോ? ഇതാ കണ്ടോ, ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കണം. എന്താണ് ക്വസ്റ്റ്യൻ? BEH. നമുക്കൊന്ന് വേഗം നോക്കി വെക്കാം. ആദ്യം B ആണ് അല്ലെ, ആദ്യം ഞാൻ കാണിച്ചു തരാം. BKT. ഞാൻ ഇവിടെ എഴുതി കാണിച്ചു തരാം. ബി എവിടെ? B ഇവിടെ ഉണ്ട്, പിന്നെ K ആണ്, പിന്നെ T ആണ്. എത്രയോ ലെറ്ററുകൾ പോകുന്നുണ്ട് അല്ലെ. BKT. നമുക്ക് 1 2 3 4 5 6 7 8 ലെറ്റർ കഴിഞ്ഞ് 9ാമത്തതാ. 1 2 3 4 5 6 7 8 ലെറ്റർ കഴിഞ്ഞിട്ട് 9ാമത്തെ. അടുത്ത് 1 2 3 4 5 6 7 8 ലെറ്റർ. അപ്പം ഈ 8 ലെറ്റർ കഴിഞ്ഞ് പിന്നെ വരുന്നത് C ആണ് കേട്ടോ. പിന്നെ ആദ്യം തൊട്ട് തന്നെ വരും. അപ്പൊ C വരുന്ന ഓപ്ഷൻ ഉണ്ടോ നോക്കിയാൽ മതി. ഇത് I ആണ്, ഇത് B ആണ് ഫസ്റ്റ്, ഇത് A ആണ് ഫസ്റ്റ്. C വരുന്ന ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ, CFI. ആ CFI എന്ന് പറയുന്ന ആ ഓപ്ഷൻ തന്നെയായിരിക്കും. പിന്നെ വേറെ ഒന്നും സെലക്ട് ചെയ്യാനില്ല. അതുകൊണ്ട് ആ ഒരു ആൻസർ ആണ്. ദേ നമ്മുടെ ഉത്തരം ഒരേ പൊളി, ഓപ്ഷൻ 2. റെഡിയാണല്ലോ നിങ്ങൾ? റെഡിയാണല്ലോ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ഓഫ് സാധനങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കും. മക്കളെ, പരീക്ഷ കഴിഞ്ഞാൽ സാറോട് പറയണം. ബുദ്ധിമുട്ടാണെങ്കിലും എളുപ്പമാണെങ്കിലും ഒരു പ്രശ്നമില്ല, സാർക്ക് മെസ്സേജ് അയച്ച് പറയണം. ഇതാണ് സാറുടെ Instagram ID. ഈ Instagram ID-യിൽ സാർക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് അയച്ച്, സാർ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ, അടിപൊളിയായിരുന്നോ? ഇനി മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹൈലൈറ്റിന്റെ അവിടെ നിന്ന് എന്ത് ചെയ്താൽ മതി, റീപ്ലൈ തന്നാൽ മതി. പ്രൊഫൈലിൻ്റെ ഉള്ളിൽ ഹൈലൈറ്റിൽ ഏതോ ഫോട്ടോ ഉണ്ടാവും, ഏതോ മണ്ട ഫോട്ടോ ഉണ്ടാവും. ആ ഫോട്ടോ എടുത്തിട്ട് അതിന് റീപ്ലൈ തന്നാൽ മതി കേട്ടോ. അപ്പൊ എന്റെ പൊന്നു മക്കൾ, പറയാണ്ടിരിക്കരുത്. ക്ലാസ്സിന്റെ ഫീഡ്ബാക്കുകൾ താഴെ കമന്റ് അറിയിക്കണം. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ അതിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാം. എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ റീപ്ലൈ തരാം മാക്സിമം. കാരണം ഒരുപാട് സംശയങ്ങൾ വരുന്നത് കൊണ്ടാണ് റീപ്ലൈ തരാൻ പറ്റിയില്ല, ഒന്നും വിചാരിക്കരുത്. എങ്കിൽ പോലും എക്സാം കഴിഞ്ഞ സാറോട് പറയണം. കാരണം നിങ്ങളുടെ ഇതും കാത്തിരിക്കുകയാണ് ഞാൻ. അപ്പൊ എന്റെ പൊന്നു മക്കളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് പരീക്ഷ ചെയ്ത ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ക്ലാസ്, മീൻസ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. അടിപൊളിയായിട്ട് എക്സാം ചെയ്ത എന്റെ മുത്തുമണികൾ, എന്റെ ചങ്കിന്റെ കരളായിട്ട് എന്റെ എല്ലാ മക്കൾക്കും അടിപൊളിയായിട്ട് എന്റെ മാസം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ക്ലാസ്സിന്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. അത്യാവശ്യം തന്നെ എഴുതി അങ്ങോട്ട് വിട്ടോട്ടോ. അതുപോലെ തന്നെ കഴിഞ്ഞാലും എക്സാം കഴിഞ്ഞാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ നമ്മുടെ ക്ലാസ്സുകൾ എന്നൊക്കെ ഇതിൽ അത്യാവശ്യം എഴുതിയിട്ട് അങ്ങോട്ട് അറിയിക്കണം കേട്ടോ. അപ്പൊ ഇതോടുകൂടെ നമ്മളെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്യാം, കാണും വരേക്കും. ഇറ്റ്സ് മീ VCR. അപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ, അതുപോലെ തന്നെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു ദിവസം കാണും വരേക്കും. ഇറ്റ്സ് മീ VCR. ബൈ.